പലരും വിചാരിച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റ് നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്നുണ്ട്. പക്ഷേ എൻ്റെ ഫസ്റ്റ് നോവൽ ഓജോബോണാണ്. ഞാൻ +2 പഠിക്കുന്ന വെക്കേഷൻ സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് നോവൽ എഴുതുന്നതും പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചതും. ഫസ്റ്റ് DC ബുക്സിലാണ് കൊടുത്തത്. അവിടുന്ന് റിജക്റ്റ് ചെയ്തു. പിന്നീട് മാതൃഭൂമിയിലേക്ക് പോയി, അവിടെ റിജക്റ്റ് ചെയ്തു. മനോരമയിൽ റിജക്റ്റ് ചെയ്തു. പിന്നീട് ചെറിയ പ്രസാധകർക്ക് കൊടുത്തു, അവരെല്ലാം റിജക്റ്റ് ചെയ്തു. പിന്നീട് സെൽഫായിട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. സെൽഫ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓരോ കടകളിൽ കൊണ്ട് കൊടുത്തു ബുക്ക് സെല് ചെയ്യുന്നത്. അവിടെ വെച്ചില്ല. കാരണം ഞാൻ പുതിയൊരു ഓതറായതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ ഫസ്റ്റ് നോവൽ ഞാൻ കൊണ്ടുനടന്ന് വിൽക്കേണ്ടി വന്നു. ഓരോ ആൾക്കാരിലേക്കും കൊണ്ടുനടന്ന് വിറ്റു. അത് 1 എഡിഷൻ കഴിഞ്ഞു, 2 എഡിഷൻ കഴിഞ്ഞു, 3 എഡിഷൻ കഴിഞ്ഞു. അങ്ങനെ പിന്നീട് ഈ ബുക്ക് സ്റ്റാൾസിലെ ആൾക്കാർ അതിന് എൻക്വയറി വന്നു തുടങ്ങി, ഓജോബോർഡുണ്ടോ. രണ്ടാമത്തെ മെർക്കുറി ഐലൻഡും അതുപോലെ തന്നെ എൻക്വയറി വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ 3ാമത്തെ നോവൽ DC ബുക്സ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചത്, നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അത് ആദ്യമേ ഇറങ്ങി എപ്പോഴും എല്ലാം പ്രതിസന്ധികളാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ 3 വർഷം താണ്ടി 3 ലക്ഷം കഴിഞ്ഞു, 47 എഡിഷൻസ് പോയി. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ ചെറിയ കൊച്ചു കേരളത്തിൽ നിന്നുള്ള, മലയാളത്തിൽ നിന്നുള്ള റാം കെയർ ഓഫ് ആനന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പുസ്തകം. അതിലും വളരെ സന്തോഷമുണ്ട്. ഇതിനെല്ലാത്തിനും നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്, എൻ്റെ ബുക്ക് വാങ്ങിയതിനും വായിച്ചതിനും. പലരും വിചാരിച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റ് നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്നുണ്ട്. പക്ഷേ എൻ്റെ ഫസ്റ്റ് നോവൽ ഓജോബോണാണ്. ഞാൻ +2 പഠിക്കുന്ന വെക്കേഷൻ സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് നോവൽ എഴുതുന്നതും പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചതും. ഫസ്റ്റ് DC ബുക്സിലാണ് കൊടുത്തത്. അവിടുന്ന് റിജക്റ്റ് ചെയ്തു. പിന്നീട് മാതൃഭൂമിയിലേക്ക് പോയി, അവിടെ റിജക്റ്റ് ചെയ്തു. മനോരമയിൽ റിജക്റ്റ് ചെയ്തു. പിന്നീട് ചെറിയ പ്രസാധകർക്ക് കൊടുത്തു, അവരെല്ലാം റിജക്റ്റ് ചെയ്തു. പിന്നീട് സെൽഫായിട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. സെൽഫ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓരോ കടകളിൽ കൊണ്ട് കൊടുത്തു ബുക്ക് സെല് ചെയ്യുന്നത്. അവിടെ വെച്ചില്ല. കാരണം ഞാൻ പുതിയൊരു ഓതറായതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ ഫസ്റ്റ് നോവൽ ഞാൻ കൊണ്ടുനടന്ന് വിൽക്കേണ്ടി വന്നു. ഓരോ ആൾക്കാരിലേക്കും കൊണ്ടുനടന്ന് വിറ്റു. അത് 1 എഡിഷൻ കഴിഞ്ഞു, 2 എഡിഷൻ കഴിഞ്ഞു, 3 എഡിഷൻ കഴിഞ്ഞു. അങ്ങനെ പിന്നീട് ഈ ബുക്ക് സ്റ്റാൾസിലെ ആൾക്കാർ അതിന് എൻക്വയറി വന്നു തുടങ്ങി, ഓജോബോർഡുണ്ടോ. രണ്ടാമത്തെ മെർക്കുറി ഐലൻഡും അതുപോലെ തന്നെ എൻക്വയറി വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ 3ാമത്തെ നോവൽ DC ബുക്സ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചത്, നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അത് ആദ്യമേ ഇറങ്ങി എപ്പോഴും എല്ലാം പ്രതിസന്ധികളാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ 3 വർഷം താണ്ടി 3 ലക്ഷം കഴിഞ്ഞു, 47 എഡിഷൻസ് പോയി. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ ചെറിയ കൊച്ചു കേരളത്തിൽ നിന്നുള്ള, മലയാളത്തിൽ നിന്നുള്ള റാം കെയർ ഓഫ് ആനന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പുസ്തകം. അതിലും വളരെ സന്തോഷമുണ്ട്. ഇതിനെല്ലാത്തിനും നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്, എൻ്റെ ബുക്ക് വാങ്ങിയതിനും വായിച്ചതിനും.